30 പോയിന്റ്സ് അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തത് ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സമയം 9:22 ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആയിട്ടാണ് ഓപ്പൺ ആയത്. ഇതുവരെ ഒരു ലിക്വിഡിറ്റി ഏരിയാസ് ഒന്നും ടാപ്പ് ചെയ്തില്ല പ്രോപ്പറായിട്ടുള്ള, ജസ്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് മാത്രമേ തന്നുള്ളൂ. നമുക്ക് ആ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അടിയിലുള്ള ലിക്വിഡിറ്റി ഏരിയ, ഡൗൺ സൈഡിലെ ലിക്വിഡിറ്റി ഏരിയ പ്രോപ്പറായിട്ടുള്ളത് കുറേ അടിയിലാണ്. അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മേലോട്ട് നോക്കാം. ഇനി മേലുള്ള ലിക്വിഡിറ്റി ഏരിയ ഇവിടെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്, അതും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. അതിന് നമുക്ക് ഒരു ചുവപ്പ് കളർ കൊടുക്കാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ പുട്ട് ഓപ്ഷനിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും മാർക്കറ്റ് അധികം ഒന്ന് ടാപ്പ് ചെയ്താലേ നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുവരെ ടാപ്പ് ചെയ്തില്ല. നല്ല ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയതിനു ശേഷം ആ ഒരു ലെവലിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ട് ഹെവി ബുള്ളിഷായിട്ട് മേലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ചാർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കാം. സ്റ്റോക്സിൽ ഈ ചാർട്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. എന്താ അറിയില്ല, ഒന്ന് ചെറുതാക്കി ഇങ്ങനെ തന്നെ വലുതാക്കിയാൽ റെഡിയാവും. അപ്പോൾ റെഡിയായി. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിന് നടുക്കുള്ള ഈ ചാർട്ടിനാണ് വരല്. അപ്പോൾ നിഫ്റ്റിൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്, ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇവിടെ ഉണ്ട്, എല്ലാം സെറ്റാണ്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഏതെങ്കിലും ഹൈ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പം 1 മിനിറ്റ് ലേസ്റ്റ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാമെന്നുള്ളൂ. കാര്യമൊന്നുമില്ല. ട്രേഡിങ്ങിൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കലായിരിക്കും. ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറും സെറ്റ് ചെയ്ത് ഇനി പ്രീമിയം പിന്നെ ഇപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പ്രീമിയം എന്തായാലും ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്ത് ഒരു ഹയർ ടൈം ഫ്രെയിം ലെവലിൽ നിഫ്റ്റി ടാപ്പ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ പ്രീമിയം സെലക്ട് ചെയ്യുള്ളൂ. ഏതാണോ ടാപ്പ് ചെയ്യുന്നത് അവിടുന്ന് ഏത് സ്ട്രൈക്കിലാണ് എൻട്രി എടുക്കുക എന്നുള്ളതൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീമിയത്തിൻ്റെ അവിടെ നിൽക്കട്ടെ. ഫ്യൂച്ചറും സ്പോട്ടും ഫ്യൂച്ചറും പ്രീമിയം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഹയർ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൊമെൻറ്റം കാണുന്നുണ്ട്. നിഫ്റ്റി ബുള്ളിഷാണ്, നിഫ്റ്റിനെക്കാട്ടും ബുള്ളിഷാണ് ഫ്യൂച്ചർ. സോ ഹെവി ബുള്ളിഷ് മൊമെൻ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മൊമെൻ്റ് വരുമ്പം ഇന്ന് മേലേക്ക് തന്നെ കയറി പോകാനുള്ളൊരു ചാൻസ് ആണുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി താഴോട്ടേക്കായിരിക്കും, അത് നമ്മൾ എടുക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഒരു ലെവൽ ടാപ്പ് ചെയ്യുമോ, എന്നിട്ട് 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി തരുമോ എന്നുള്ളതൊക്കെ. ഓക്കെ, നിഫ്റ്റി ആ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തതിനു ശേഷം അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ടൈമായി ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ 5 മിനിറ്റ് ചാർട്ടാണ്. ടാപ്പ് ചെയ്ത് ആ ഒരു ലെവലിൽ നിൽക്കേണ്ടത്. ഇതുവരെ എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. പുതിയത് ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ക്യാൻഡലിൻ്റെ അടിയിലായിട്ട് അത് ഗ്രീനാക്കി മാർക്ക് ചെയ്യാം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ലെവലാണ്. അതേപോലെ തന്നെ മേലെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു എൻട്രി എടുത്താൽ താഴെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇപ്പോൾ കുറച്ച് വിട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ 23. ഓക്കെ, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അവിടെ നിന്ന് താഴത്തേക്ക് ഈ ഒരു പോയിന്റിലേക്ക് 78 പോയിൻറ്റ് 76 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ 30 പോയിൻ്റാണ് നമ്മൾ ടാർഗറ്റ് വെക്കൽ. അപ്പോൾ 30 പോയിൻറ്റ് 50 പോയിൻ്റൊക്കെ സുഖമായിട്ട് കിട്ടും അവിടെ നിന്ന് ഇപ്പോൾ ഒരു ട്രേഡ് താഴെ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ തിരിച്ചും താഴ്ന്ന മേലേക്ക് നോക്കുകയാണെങ്കിലും. ഇപ്പോൾ മാർക്കറ്റ് ഇതുവരെ എൻട്രി ഒന്നും തന്നില്ല. ഹൈ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയാലേ നമ്മൾ എടുക്കുള്ളൂ. അതിനുള്ള സ്ട്രൈക്കൊക്കെ അവിടെ 23,550 23,600 ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചത്. 23,600 അല്ലെങ്കിൽ 23,550 സെലക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്തത് 23,600 കുറച്ചൊന്ന് മേലേക്കുള്ള ഒരു സ്ലൈറ്റ്ലി ITM എന്നുള്ള രീതിയിലുള്ള ഒരു സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ താഴെ പോയിട്ടാണ് എൻട്രി തരുന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് മാറ്റും, 23,550 ആക്കും. അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നിഫ്റ്റി അവിടെ നിന്ന് അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് ഇനിയിപ്പം എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലെന്ന് പറഞ്ഞത്. ഈ റേഞ്ച് ടാപ്പ് ചെയ്യുന്ന ശേഷമായിരിക്കും 1 മിനിറ്റ് നോക്കി ഒരു നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ 23,600 പറ്റില്ല. ഒരു 23,550 എടുത്താൽ നേരത്തെ കുറച്ചുകൂടെ മേലായതുകൊണ്ടാണ് 23,600 സെലക്ട് ചെയ്തത്. കുറച്ചുകൂടെ താഴേക്ക് വന്നതുകൊണ്ട് ആ സ്ട്രൈക്ക് മാറ്റി നമുക്ക് 23,550 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ അവിടെ ടാപ്പ് ചെയ്ത് നല്ല മൊമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴോട്ടേക്ക് 23,550 പുട്ട് ഓപ്ഷൻ ആയിരിക്കും നോക്കാം. ഓക്കെ, ഇനി കുറച്ചും കൂടെ താഴെ പോയി വല്ലാണ്ട് താഴെ പോയി എൻട്രി തന്നാൽ പിന്നെ എടുക്കില്ല. കാരണം ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിപ്പോൾ പിന്നെ റിസ്ക് റിവാർഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 550 എടുത്താലും നമുക്ക് 30 പോയിൻറ്റോ 50 പോയിൻ്റൊക്കെ സുഖമായിട്ട് കിട്ടും. വലിയ കുഴപ്പമില്ല. 1:5 അതിൻ്റെ മേലേക്ക് റിസ്ക് റിവാർഡൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ട്രേഡ് ആയിരിക്കും അത്.
അതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യുക, അവിടെ നിന്ന് എൻട്രി കിട്ടുമോ എന്നുള്ളതൊക്കെ. മാർക്കറ്റ് എന്തായാലും നല്ല ബുള്ളിഷാണ്, ഹെവി ബുള്ളിഷായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കതൊന്നും പ്രശ്നമില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ എൻട്രി സെറ്റ് പ്രകാരമുള്ള പ്രോപ്പർ എൻട്രി വന്നു കഴിഞ്ഞാൽ, മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായിട്ട് നല്ലൊരു എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുക. താഴോട്ടായാലും മേലോട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുവരെ എൻട്രി വന്നില്ല, വെയിറ്റിംഗ് ആണ്. ആ ഒരു ലെവലിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് താഴേക്കാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കി നോക്കുക, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തൊക്കെ എൻട്രി വരുമോ ഇല്ല എന്നുള്ളതൊക്കെ. ഓക്കെ, ആ ഒരു എൻട്രി തരാതെ മാർക്കറ്റ് നല്ല ഫാള് വരികയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഏരിയേൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് താഴേക്ക് നല്ല ഹ്യൂജ് ഫാളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മേലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചു, അതേമാതിരി തന്നെ താഴേക്ക് പോകുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് എൻട്രി കിട്ടിയാവും, ഭയങ്കര മൊമെൻ്റാണ് താഴേക്ക് വരുന്നത്. പ്രീമിയൊക്കെ 14-12 പോയിൻ്റാണ് പ്രീമിയൊക്കെ പറന്ന് പോകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴേക്ക് വരികയും ചെയ്തു, പക്ഷേ എൻട്രി കിട്ടാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഫ്യൂച്ചറും നല്ല രീതിയിൽ വരുന്നുണ്ട്. സ്പോട്ടൊക്കെ എവിടെയോ എത്തിയിരിക്കണം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ അവിടെ നിന്ന് എൻട്രി താഴേക്ക് കൺസിഡർ ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. കാരണം താഴെ നമ്മൾ നേരത്തെ മാർക്ക് വെച്ച 5 മിനിറ്റ് ഐഡിക്സിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള 5 മിനിറ്റ് ഐഡിക്സ് ടാപ്പ് ചെയ്താൽ ഇനി മേലോട്ടേക്കായിരിക്കും എൻട്രി നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് അഥവാ എൻട്രി കിട്ടിയിട്ട് താഴേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടാർഗറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്ര ചെറിയ ടാർഗറ്റിൽ എൻട്രി എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് റിസ്ക് റിവാർഡും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു എൻട്രി താഴേക്ക് കിട്ടുകയാണെങ്കിലും ഇനി കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അടിയിലുള്ള ഏതെങ്കിലും ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ട് മേലോട്ട് കൺസിഡർ ചെയ്യും. നല്ല അടിയിലുള്ള ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് വെച്ചിട്ടുണ്ടായി, അതൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാം ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ മേലെ പോയിട്ട് ഇനി ഹയർ ടൈം ഫ്രെയിം വേറെ ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യണം, നല്ല രീതിയിൽ മേലേക്ക് പോയിട്ട്. ഇത് വേണ്ട, ഇതിലുള്ളത് ഇനി കൺസിഡർ ചെയ്യുന്നില്ല. ആ ടൈം ഫ്രെയിമിൻ്റെ ഇത് കഴിഞ്ഞ്, അതിൻ്റെ ആയുസ് കഴിഞ്ഞ്. ഓക്കെ, ഇനി എന്തായാലും വീണ്ടും വെയിറ്റിങ്ങിൻ്റെ ടൈമാണ്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത്. 9:15 വന്നാണ്, 10:15 1 മണിക്കൂറായിട്ട് ഇങ്ങനെ നോക്കി ചാർട്ടും ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. 5 മിനിറ്റിൽ വേറെ ലെവൽസ് ഒന്നും ഇല്ല, അപ്പോൾ ഇത് തന്നെ കൺസിഡർ ചെയ്യാനുള്ളൂ മേലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ലെവൽസ് മറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻട്രി കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാനല്ലാണ്ട് വേറൊരു നിർവാഹമില്ല നമുക്ക്. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. അങ്ങനെ നിഫ്റ്റി അടിയിലുള്ള ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അടിയിൽ നമ്മൾ മാർക്ക് വെച്ച 5 മിനിറ്റ് ഐഡിക്സ് ആണ്. അത് അതിൻ്റെ കൂടെ ഡയലോഗ് എല്ലാം കൂടെ നിരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി കിട്ടി നമുക്ക് മേലോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അതിന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 23,450 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. ഈ ഒരു റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കോൾ ഓപ്ഷൻ മതി. 23,450 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി മേലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പ്രോപ്പറായിട്ടുള്ള 1 മിനിറ്റിലുള്ള ഒരു സ്ട്രക്ചറൊക്കെ ഫോം ആയതിനു ശേഷം ഒരു ലിക്വിഡിറ്റി ഒരു 1 മിനിറ്റിലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. ഫ്യൂച്ചറിൻ്റെ ഇതിൻ്റെ മൊമെൻ്റൊക്കെ നോക്കിയിട്ട്. അതിൽ ഫ്യൂച്ചറിലും ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യേണ്ടി ഒരു 5 മിനിറ്റ് ടാപ്പ് ചെയ്യേണ്ടി, പക്ഷേ ഡയലോ എടുത്തില്ല. പക്ഷേ അത് പ്രശ്നമില്ല, നമുക്ക് നിഫ്റ്റിയിൽ എടുത്താൽ മതി. നിഫ്റ്റിയിൽ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഫ്യൂച്ചർ ജസ്റ്റ് മൊമെൻറ്റും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ. ഓക്കെ, വീണ്ടും താഴേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐഡിക്സ് ടാപ്പ്, ഹയർ ടൈം ഫ്രെയിം ഐഡിക്സ് ടാപ്പ് ചെയ്തതിൻ്റെ ഒരു ഇതൊന്നും നിഫ്റ്റി കാണിക്കണില്ല. ഒരു താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് തന്നെയാണ് പോകുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനായിരിക്കും, അറിയില്ല. രാവിലെ എന്തായാലും ഹ്യൂജ് മൊമെൻ്റ് കാണിച്ച് മേലേക്ക് വന്നതാണ്. പക്ഷേ മേലുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷം അത് താഴേക്കാണ് പോയത്. ഇപ്പോൾ താഴെയുള്ളൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ടാപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി ചാൻസ് മേലോട്ട് പോകാനാണ്. അതിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ പ്ലാനിനനുസരിച്ച് വരുമോ നോക്കി നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിൽ ഈ ഒരു എൻട്രി വരുന്നുണ്ട്. നിഫ്റ്റീൻ്റെ ഈ 23,450 കോൾ ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ഫോണിൽ എല്ലാ കാര്യവും സെലക്ട് ചെയ്യുകയാണ്. നിഫ്റ്റീൻ്റെ ചാർട്ടിലും അതേപോലെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ലെവൽ ആയില്ല. നിഫ്റ്റീൻ്റെ ചാർട്ടിൽ മാത്രമേ ആയുള്ളൂ. അത് കുഴപ്പമില്ല, നിഫ്റ്റി നോക്കിയിട്ടാണ് ഇപ്പോൾ എന്തായാലും എൻട്രി എടുക്കാൻ പോകുന്നത്. അതിൽ ഫോണിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. 23,450 കോൾ ഓപ്ഷൻ, 150 ക്വാണ്ടിറ്റി, 6 പോയിൻ്റ് SL, ടാർഗറ്റ് 50 പോയിൻ്റാണ് സെറ്റ് ചെയ്യണത്. 50 പോയിൻറ്റ്സിലാണ് ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഫുള്ള് റെഡി ആയിരിക്കുകയാണ്. എൻട്രി എടുക്കാൻ പോകുന്നത് ഏകദേശം ഈ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ കുറച്ചും കൂടെ താഴേക്ക് വന്നാൽ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതായിരിക്കും. മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ മതി. എന്തായാലും വെയിറ്റിംഗ് ആണ്, നോക്കി നോക്കാം. കുറച്ച് നേരമായിട്ട് ഓക്കെ, ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അത് ഈ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു എൻട്രി കിട്ടിയത്. നേരത്തെ ഒരു ഹയർ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു എൻട്രി കിട്ടിയത്. എന്തായാലും കിട്ടിയപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസൊക്കെ കാണാം. ട്രേഡ് റണ്ണിങ് ആണ്, 150 ക്വാണ്ടിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150 ക്വാണ്ടിറ്റി, ടാർഗറ്റ് SL ഓർഡറും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എൻട്രി 165 വന്നത്, ടാർഗറ്റ് 215.
75, 85, 95. ഓക്കെ, കറക്റ്റ് 50 പോയിൻറ്റ്സിലാണ് ടാർഗറ്റ് വന്നത്. അപ്പോൾ ഇനി മോഡിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇനി വെയിറ്റിംഗ് ആണ്. എൻട്രി എടുത്ത് ടാർഗറ്റും വെച്ച് SLും വെച്ച് എല്ലാ കാര്യങ്ങളും വെച്ച് അതിൻ്റെ എൻട്രിൻ്റെ പൊസിഷൻ റൂൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 165 എൻട്രി വന്നത്. ഏകദേശം 164, 165 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മേലേക്ക് വരും. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിലായിരിക്കും എൻട്രി വന്നത് 165. അതിൻ്റെ ടാർഗറ്റ് 50 പോയിൻ്റാണ്. 50 പോയിൻ്റ് വരുമ്പം കുറച്ചും കൂടെ മേലെ ഒരു SL 6 പോയിൻറ്റും. SL 6 പോയിൻ്റ് വരുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, ആവറേജ് ഇവിടെയാണ് SL വരിക. കുറച്ചുകൂടെ നീട്ടിച്ച് കൊടുക്കുക. ഇനി ടാർഗറ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 50 പോയിൻറ്റിലാണ് ടാർഗറ്റ്. നമുക്ക് നോക്കിയിട്ട് പാകം പോലെ ചെയ്യാം. വേറെ ഏതായാലും സ്വിംഗ് ഹൈ കട്ടിയാണെങ്കിൽ അത് കുറയ്ക്കാം. 50 പോയിൻ്റ് വരുമ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ 215 വരാം. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് SL എല്ലാ കാര്യങ്ങളും സെറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തോടൊന്നും ചെറിയൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി എടുത്ത് ടാർഗറ്റ് വെച്ച് SL വെച്ചൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് നല്ല ഹ്യൂജ് മൊമെൻറ്റം പ്രതീക്ഷിച്ചതുകൊണ്ടാണ് 50 പോയിൻ്റ് ടാർഗറ്റ് വെച്ചത്. ഒന്നെങ്കിൽ 50 പോയിൻ്റ് വരെ വെയിറ്റ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റിന് ശേഷം ട്രയലിങ്ങോ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ നിഫ്റ്റിയിലോ അല്ലെങ്കിൽ നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലോ അതിലേതിലെങ്കിലും ഒരു സ്വിംഗ് ഹൈയോ അല്ലെങ്കിൽ ഡേ ഹൈയോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് അടിക്കും. എന്തായാലും 30 പോയിൻറ്റ്സിൻ്റെ മുന്നേ എക്സിറ്റ് അടിക്കില്ല. 30 പോയിൻറ്റ്സിന് ശേഷം നോക്കിയിട്ട് പാകം പോലെ ഇറങ്ങും. ഓക്കെ, ഇതിൽ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് 50 പോയിൻറ്റിലാണ്. സെറ്റ് ചെയ്ത് വെച്ചത് 50 പോയിൻറ്റ്സിലാണ്. അപ്പോൾ അത് 30 പോയിൻ്റ് ആയി തന്നെ 1:5 ആവും. അപ്പോൾ 30 പോയിൻറ്റിന് ശേഷം നമ്മൾ നേരത്തെ ട്രേഡ് എടുക്കുന്നതിൻ്റെ പ്ലാൻ ചെയ്ത് ഒന്നെങ്കിൽ 30 പോയിൻറ്റ്സ് അടിച്ചതിന് ശേഷം ട്രയൽ ചെയ്യുക അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കുക എന്തെങ്കിലും നോക്കിയിട്ട് അപ്പോഴത്തെ മൊമെൻറ്റത്തിനനുസരിച്ച് ചെയ്യും. അതല്ലാണ്ടെങ്കിൽ നേരെ പോയി 50 പോയിൻ്റ് അടിക്കുകയാണെങ്കിൽ 50 പോയിൻറ്റ്. ഇനി അതോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ ഫ്യൂച്ചറിലോ നോക്കിയിട്ട് ഡേ ഹൈ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഇത് 30 പോയിൻറ്റ്സ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ടാർഗറ്റ് വരിക. ഈ 195 ടാർഗറ്റ് വരിക. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇവിടുന്ന് മേലേക്ക് ടാർഗറ്റിലേക്ക് വരുമോ അല്ലെങ്കിൽ SLലേക്ക് പോകുമോ എന്താണെന്നുള്ളതൊക്കെ. നമ്മളെ ട്രേഡ് ഏകദേശം 30 പോയിൻറ്റ്സ് ആവാനായിട്ടുണ്ട്. ഒരു പ്രാവശ്യം 30 പോയിൻറ്റ്സിന് തൊട്ടടുത്ത് വന്നിട്ട് തിരിഞ്ഞ് അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും 30 പോയിൻറ്റ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ 30 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഡേ ഹൈ അടിക്കുമ്പോഴൊക്കെ നമുക്ക് എക്സിറ്റ് ആവാം ട്രേഡിൽ നിന്ന്. അപ്പോൾ എന്തായാലും 30 പോയിൻറ്റ്സ് അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് സെറ്റ് വെച്ചത് 50 പോയിൻറ്റ്സിലാണ്. 50 പോയിൻറ്റ്സ് അടിക്കുമോ എന്നുള്ള അറിയില്ല. മൊമെൻറ്റം കണ്ടിട്ട് അടിക്കും തോന്നുന്നുണ്ട്. 295, 215 ഉണ്ടാവുക നമ്മുടെ ടാർഗറ്റ് സെറ്റ് വെച്ചത്. നിഫ്റ്റി ഡേ ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, 215 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് മിക്കവാറും അടിച്ചിട്ടുണ്ടാവും. അതായത് 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം 50 പോയിൻറ്റ്സ് 215 പറയുമ്പം ഏകദേശം ഈ റേഞ്ചിലായിരിക്കും ഉണ്ടാവും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇവിടെ അടിച്ചിട്ടുണ്ട് 7500. ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നമ്മൾ 165 എൻട്രി. കറക്റ്റ് 50 പോയിൻറ്റ്സ് 215 ടാർഗറ്റ് അടിച്ചത്. 7500 രൂപ പ്രോഫിറ്റ് കിട്ടി. 2 ലോട്ടാണ്, 150 ക്വാണ്ടിറ്റി. ടാർഗറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും മേലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് വിഷയമല്ല. നമ്മളെ ടാർഗറ്റ് അടിച്ച് അതിൽ നിഫ്റ്റി ഡേ ഹൈ എടുക്കുകയും ചെയ്ത്, ഫ്യൂച്ചറും ഡേ ഹൈ എടുത്ത്, അതേപോലെ 30 പോയിൻറ്റ്സിൽ എബോവ് കിട്ടുകയും ചെയ്ത് നമ്മളെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രേഡാണ് ഇനി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. കുറേ സമയം കാത്തുനിന്ന് രാവിലെ തൊട്ട് എൻട്രി നിട്ടാൻ കുറേ കാത്തുനിന്നിട്ട് കിട്ടിയൊരു എൻട്രിയാണ്. അതൊരു 50 മിനിറ്റ് ഐഡീസും കൂടാണ് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറഞ്ഞത്. സോ ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ഇനിയൊരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് എൻട്രി നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയയിലാണ്. അതേപോലെ ഈ പുതിയൊരു ലെവൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഏകദേശം ഈ റേഞ്ചിൽ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ഒരു പുതിയൊരു 5 മിനിറ്റ് ഐഡിക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മുകളിലുള്ളത് 50 മിനിറ്റ് ഐഡിക്സ് ആണ്, ഹയർ ടൈം ഫ്രെയിമാണ്. ഇത് കുറച്ചൊരു ലോവർ ടൈം ഫ്രെയിമാണ്, 5 മിനിറ്റിലുള്ളതാണ്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മേലോട്ടേക്കും എൻട്രി നോക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ഇപ്പം ടാപ്പ് ചെയ്ത് നിൽക്കുന്നത് 50 മിനിറ്റ് ആണ്. അപ്പം താഴോട്ടേക്ക് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ 5 മിനിറ്റ് ടാർഗറ്റ് വെക്കാം, അതല്ലാതെ 5 മിനിറ്റ് പോയി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ രാവിലെ ആദ്യം മേലെ ഒരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് വെച്ചിട്ട് അത് ടാപ്പ് ചെയ്ത് കുത്തനെ താഴേക്ക് വന്ന് അതിൽ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയില്ല. അതിനുശേഷം താഴെ പോയി താഴെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് അതിനുശേഷം മേലോട്ടേക്ക് നമുക്ക് ഒരു എൻട്രി കിട്ടിയതുകൊണ്ട് നമ്മളെടുത്ത് അത് ടാർഗറ്റ് അടിക്കുകയും ചെയ്തു. ഇപ്പം മേലുള്ള ലിക്വിഡിറ്റി ഏരിയ വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി താഴേക്ക് പോയിട്ട് താഴെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുക പറയുന്നത് താഴെയുള്ളത് ഈ ഒരു 5 മിനിറ്റ് ഐഡിക്സ് ആണ്.
അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മേലേക്ക് പോകാനായിരിക്കും ചാൻസ്. ഇതൊക്കെ പ്രോബബിലിറ്റി മാത്രമാണ്, ഒരിക്കലും 100% കിട്ടില്ല എന്നുള്ള സംഭവമൊന്നുമില്ല. കിട്ടാതിരിക്കുക എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, നമ്മൾ പ്രോപ്പർ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, മണി മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി റൂൾസ് അതൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം താഴേക്ക് എൻട്രി നോക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇനി താഴേക്ക് ഒരു എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,600 നോക്കേണ്ടി വരും. 23,550 പറയുമ്പോൾ ഒരുപാട് താഴെയാണ്. 23,600 സെലക്ട് ചെയ്യാം. 23,600 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് 23,600 പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രി എടുക്കാം. എന്നിട്ട് താഴെ ഒരു 5 മിനിറ്റ് IDX മാർക്ക് വെച്ചിട്ടുണ്ട്, അത് ടാർഗറ്റ് വെച്ചിട്ട് എൻട്രി എടുക്കാനുള്ള ടൈമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ആ 5 മിനിറ്റ് IDXൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഹ്യൂജ് മൊമെൻ്റ് ആണ്. മേലുള്ള ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ താഴേക്ക് വരാനാണ് ചാൻസ്. താഴേക്ക് വരാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ 5 മിനിറ്റ് IDXൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ 5 മിനിറ്റ് IDX ടാപ്പ് ചെയ്തിട്ട് മേലോട്ടേക്ക് എൻട്രി നോക്കുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും താഴേക്ക് എൻ്റെ എടുത്തിട്ട് കാര്യമില്ല, കാരണം ടാർഗറ്റ് വെക്കാൻ കഴിയില്ല. ടാർഗറ്റ് 10 പോയിൻറ്റോ അല്ല 5 പോയിൻ്റൊക്കെ വെക്കേണ്ടി വരും, കാരണം അത്രയും തൊട്ടടുത്താണ് 5 മിനിറ്റ് IDX ഉള്ളത്. അതുകൊണ്ട് ഈ മേലേക്കുള്ള എൻട്രി ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് താഴേക്കുള്ള എൻട്രി ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് മേലേക്ക് നോക്കാം. മേലോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്യാനുള്ള ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ആദ്യം നിഫ്റ്റിയിൽ മേലെയുള്ള ലെവൽ ഒഴിവാക്കിക്കളാം, ഡിലീറ്റ് ചെയ്യാം. ഇനി താഴെയുള്ള ലെവൽ മാർക്ക് ചെയ്തേക്കാം. മേലോട്ടേക്ക് എൻട്രി കൺസിഡർ ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഏരിയ. ഇനി നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലും അതേപോലെ, പക്ഷേ നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൽ അവിടെ ഒരു പ്രോപ്പർ ലെവലില്ല. സ്പോട്ടിലുള്ള പോലെ ഒരു പ്രോപ്പർ 5 മിനിറ്റ് IDX നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലില്ല. ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. ഒരു റെഡ് ക്യാൻഡിൽ ആണ് ലോവസ്റ്റ് ക്യാൻഡിൽ, അപ്പോൾ അതിൻ്റെ ലോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേ ഉള്ളൂ. പ്രോപ്പർ ലിക്വിഡിറ്റി ആയിട്ട് പ്രോപ്പർ 5 മിനിറ്റ് IDX ഇതിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അത് ഇതിൽ സ്പോട്ടിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഫ്യൂച്ചർ നോക്കിയിട്ടല്ല, സ്പോട്ട് നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. എൻട്രി എടുക്കാൻ 23,500 എടുക്കാം. നമുക്ക് 23,500 സെലക്ട് ചെയ്തേക്കാം. 23,500 കോൾ ഓപ്ഷൻ. അത് ഒരു ATM അല്ലെങ്കിൽ സ്ലൈറ്റ് ATM ആയിട്ടുള്ള ഇതാണ്, സ്ട്രൈക്കാണ്. ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇവിടുന്ന് എൻട്രി വരുന്നതെന്ന്. എൻട്രി ഒരുപാട് താഴെയാണെങ്കിൽ സ്ട്രൈക്ക് മാറ്റേണ്ടി വരും. ഇനി അതെല്ലാം കുറച്ച് മേലെ കയറിയിട്ടാണെങ്കിലും സ്ട്രൈക്ക് മാറ്റേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടെ ഒരു ടാപ്പ് ചെയ്തിട്ട് ആ ഏരിയയിൽ തന്നെ ഇട്ടാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്കാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നിലവിലുള്ള പ്ലാന് അടിയിലുള്ള ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കാനാണ്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റീൻ്റെ സ്പോട്ട് ചാർട്ടിൽ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ ഡേ ഹൈ വെക്കേണ്ടി വരും. അപ്പോൾ അവിടേക്ക് പോയിൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 70-80 പോയിൻറ്റോളം ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ടാർഗറ്റ് വെക്കാം. 50 പോയിൻ്റൊക്കെ നമുക്ക് സുഖമായി കിട്ടും. അവിടെ നിന്ന് മേലെ നിന്ന് താഴേക്ക് 35 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു മൊമെൻറ്റത്തിൽ മേലെ താഴേക്കുള്ള ഒരു ഫാളിൽ 30-35 പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ കയറുമ്പോൾ കിട്ടിയായിരിക്കും. നമ്മൾ 5 മിനിറ്റ് IDX ടാപ്പ് മാർക്ക് ചെയ്ത് ടാപ്പ് ചെയ്തതിന് ശേഷം മേലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സൊക്കെ ഈസിയായിട്ട് കിട്ടിയേക്കും ഡേ ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെവൽസൊക്കെ ടാപ്പ് ചെയ്ത് എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ മാർക്കറ്റൊക്കെ അവിടെ എന്തായാലുണ്ട്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 5 മിനിറ്റ് IDX ഇതാണ്. ഇനി ആ ഒരു 5 മിനിറ്റ് IDX ടാപ്പും ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് മേലേക്ക് മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം 7,000 നമ്മൾ രാവിലെ എടുത്ത ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. 150 ക്വാണ്ടിറ്റി 50 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്ത നല്ലൊരു ട്രേഡാണ്. ഇനി അതിന് ശേഷം പുതിയൊരു IDX ടാപ്പ് ചെയ്തിട്ട് നമ്മളൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു IDX ക്രിയേറ്റ് ചെയ്തിട്ട് അതും ടാപ്പ് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഓക്കെ, രാവിലെ അതേപോലെ തന്നെ, അതായത് പ്രോപ്പർ എൻട്രി സെറ്റ് 1 മിനിറ്റിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൽ ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ചെയ്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റുള്ള ഒരു ലെവൽ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ടാപ്പ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടാത്തതുകൊണ്ട് എടുത്തില്ല. മാർക്കറ്റ് താഴേക്ക് പോകുന്ന നല്ല ഹ്യൂജ് മൊമെൻ്റ് തന്നിട്ടുണ്ട്. പക്ഷേ എൻട്രി നമുക്ക് കിട്ടിയില്ല, പ്രോപ്പറായിട്ട് 1 മിനിറ്റിൽ കിട്ടാത്തതുകൊണ്ട് എടുത്തില്ല. അതിനുശേഷം താഴെ ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്ത് അവിടുന്ന് മേലേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി സെറ്റപ്പ് വന്നതുകൊണ്ട് അവിടുന്ന് മേലേക്ക് ഒരു എൻട്രി എടുത്ത് അത് ടാർഗറ്റ് അടിച്ച്. അതിനുശേഷം വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്ത് അവിടുന്ന് മേലേക്ക് എൻട്രി കിട്ടിയില്ല. വീണ്ടും ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് മേലേക്ക് അതൊന്നും എൻട്രി കിട്ടിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി കിട്ടുമ്പോൾ മാത്രം എടുക്കാം. പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പും റിസ്ക് റിവാർഡും നമുക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിലുള്ള ട്രേഡ് കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കാം. ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ട്രേഡ്സ് വരുമ്പോൾ മാത്രം എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ 3 ദിവസമാണ് ട്രേഡിംഗ് ഉണ്ടായിരുന്നത്. 1-ാം തീയതി മറ്റേതാണ് എന്നുണ്ട് ബഡ്ജറ്റ്, അതിൻ്റെ സ്പെഷ്യൽ ട്രേഡിംഗ് ഉണ്ടായിരുന്നു ശനിയാഴ്ച.
പക്ഷെ 2-ാം തീയതി ശനിയാഴ്ച അല്ല ഞായറാഴ്ചയാണ്, അന്ന് ട്രേഡിംഗ് ഇല്ല. പിന്നെ 3-ാം തീയതി ട്രേഡിംഗ് ഉണ്ടേനി, അതേപോലെ ഇന്ന് 4-ാം തീയതി. അപ്പോൾ 3 ദിവസമാണ് ഞാൻ ഇതുവരെ ഫെബ്രുവരിയിൽ ട്രേഡിംഗ് ഉണ്ട്. ആ 3 ദിവസം നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അതിൻ്റെ 3 ദിവസത്തെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹാട്രിക്കാണ് അടിച്ചത്, 3 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റാണ്. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.